മനുഷ്യരായ നമുക്ക് സങ്കീർണമായ കാര്യങ്ങളോട് വലിയ താല്പര്യമുണ്ട്. ന്യൂറോ സയൻസ്, ആസ്ട്രോഫിസിക്സ്, മോളിക്യൂളർ ബയോളജി എന്നിവ തീർച്ചയായും അതിൽപ്പെടും. കൂടാതെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പുസ്തകങ്ങൾ, അബ്സ്ട്രാക്റ്റ് കലാരൂപങ്ങൾ, കഥയോ കഥാപാത്രങ്ങളോ ഇല്ലാത്ത എവന്റ് ഗാർഡ് നാടകങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഇവയെല്ലാം പ്രപഞ്ചത്തിൻ്റെ ആദിമകാലത്തെ പ്രഹേളികളെ ഓർമ്മിപ്പിക്കുന്നുണ്ടാകാം. നമ്മുടെ നിലനിൽപ്പിൻ്റെയും അതിലെ സങ്കീർണതയുടെയും മഹത്വത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ സങ്കീർണതയോടുള്ള നമ്മുടെ ആദരം ചിലപ്പോൾ വേദനാജനകവും സമയം കളയുന്നതും നിഷ്ഫലവുമായ ഒരു അവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ചേക്കാം. പ്രത്യേകിച്ച് ബന്ധങ്ങളുടെ കാര്യത്തിൽ. ഇവിടെയാണ് വിവേകശാലികളും യാഥാർത്ഥ്യബോധമുള്ളവരുമായ ആളുകൾ പോലും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന മാനസിക സംഘർഷങ്ങൾക്ക് കാരണമാകുന്ന സങ്കീർണമായ സാഹചര്യങ്ങളോട് അമിതമായ ക്ഷമ കാണിക്കുന്നത്. ഈ സങ്കീർണതകൾക്ക് പിന്നിലെ ചില കാരണങ്ങൾ ഇവയാകാം. ഒരു പങ്കാളിക്ക് പ്രതിബദ്ധതയുണ്ടാകുമെന്നും ഒരു നാൾ അത് സംഭവിക്കുമെന്നും വിശ്വസിക്കുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ അതിപ്പോൾ സാധ്യമല്ല. ചിലപ്പോൾ മാനസികമായ ഭയങ്ങളോ സംശയങ്ങളോ കാരണം അവർ പൂർണ്ണമായും പ്രതിബദ്ധതരാവുകയില്ല. അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യമോ പര്യവേക്ഷണം ചെയ്യാനുള്ള അവസരമോ ആവശ്യമായി വന്നേക്കാം. നമ്മൾ പലതവണ ചോദിച്ചിട്ടും അതിൻ്റെ യഥാർത്ഥ കാരണം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. പങ്കാളിയുമായി ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു. വാക്കുകൾക്ക് സാധാരണ അർത്ഥം നഷ്ടപ്പെടുന്നു. അവർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ മണിക്കൂറുകളോളം നമ്മൾ ശ്രമിക്കേണ്ടി വരുന്നു. സാധാരണയായി പ്രശ്നങ്ങളില്ലാത്ത കാര്യങ്ങൾ പോലും പെട്ടെന്ന് വലിയ വഴക്കുകൾക്ക് കാരണമാകുന്നു. തത്വത്തിൽ എപ്പോഴും നമ്മളോടൊപ്പമുള്ളതും എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലാത്തതുമായ ഒരു പങ്കാളി നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ കഴിഞ്ഞ ആഴ്ചയും അതിന് മുൻപത്തെ ആഴ്ചയും അവരെപ്പോഴും തിരക്കിലായിരിക്കും. നമ്മുടെ ടെക്സ്റ്റുകൾക്ക് മറുപടി തരാൻ അവർക്ക് സമയം കിട്ടാറില്ല. അവർക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോവുകയോ അതോ തീർത്തും ആവശ്യകതയുള്ള അവരുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ആയിരിക്കും. എങ്കിൽ ഒരുപാട് രാത്രികളിൽ നമ്മൾ അവരോടൊപ്പം വൈകി എണീറ്റ് പേപ്പറും പേനയും എടുത്ത് പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നും എന്താണ് ഇതിൻ്റെ കാരണമെന്നും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ആലോചിക്കുന്നുണ്ടാകും. എന്നിട്ടും ഒരു ഉത്തരവും കിട്ടാതെ കുഴപ്പത്തിലാകുകയും വിഷമത്തിലാവുകയും ചെയ്ത് രാത്രി 1 മണിക്ക് ശേഷം ദുർബലരും കണ്ണീരോടെയും കിടക്കയിലേക്ക് പോകേണ്ടി വരുന്നു. എങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോടും തെറാപ്പിസ്റ്റിനോടും നമ്മൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് പങ്കാളിയെക്കുറിച്ചായിരിക്കും. അവരെ നയിക്കുന്നത് എന്താണെന്നും അവർ യഥാർത്ഥത്തിൽ ആരാണെന്നും അവർ അങ്ങനെയെല്ലാം ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നും അവരുടെ കുട്ടിക്കാലം അവരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും അവരുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്താണെന്നും അവരുടെ ഏറ്റവും പുതിയ പ്രവൃത്തിക്ക് പിന്നിലെ കാരണം എന്തായിരിക്കുമെന്നും അവർ സൂചിപ്പിക്കുന്നത് പോലെ ഞാൻ യുക്തിരഹിതനാകാം. പ്രത്യേക വ്യക്തിയുടെ അടുത്ത് വരുമ്പോൾ വിചിത്രനും കൂടുതൽ തകർന്നവനുമായി മാറിയേക്കാം. എല്ലാം ചിലപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഗമാണെന്ന് സമൂഹം നമ്മോട് പറയാൻ ശ്രമിച്ചേക്കാം. ബന്ധവും എളുപ്പമല്ല. മനുഷ്യരും ലളിതരല്ല. എല്ലാം കഠിനാധ്വാനം ആവശ്യപ്പെടുന്നു. എന്നാൽ ചില കാര്യങ്ങൾ എളുപ്പമായിരിക്കുമ്പോൾ പോലും നാം അത് ശ്രദ്ധിക്കാതെ പോകുന്നു. ബന്ധത്തിൽ നാം കഠിനാധ്വാനം ചെയ്യണമെന്ന ചില നല്ല ഉപദേശങ്ങൾ പരസ്പര സ്നേഹത്തിന് അനുയോജ്യമല്ലാത്ത ആളുകളോട് ക്ഷമയോടെ പെരുമാറാനുള്ള ഒരു ഒഴികഴിവാക്കി മാറ്റുന്നു. എന്നാൽ ബന്ധങ്ങളിലെ വൈകാരികമായ സങ്കീർണതകളോടുള്ള നമ്മുടെ താല്പര്യം കുറയ്ക്കാൻ നാം സ്വയം ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലാളിത്യത്തിൻ്റെ നിയമം, ദ റൂൾ ഓഫ് സിംപ്ലിസിറ്റി. പക്വതയുള്ളവരും വൈകാരികമായി പ്രവർത്തിക്കാൻ കഴിവുള്ളവരും പ്രായോഗികമായ കാഴ്ചപ്പാടുള്ളവരുമായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയം മൊത്തത്തിൽ നോക്കുമ്പോൾ ലളിതമായിരിക്കും. ഇടയ്ക്കിടെ ചില ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങളും ചില പ്രശ്നങ്ങളും നിരന്തരമായ പ്രയത്നവും ആവശ്യമായി വരുമെങ്കിലും ബന്ധത്തിൻ്റെ കാതൽ ചില അടിസ്ഥാന കാര്യങ്ങളായതുകൊണ്ട് അതിന് ഒരു ലാളിത്യമുണ്ടായിരിക്കും. അവർക്ക് നമ്മളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അറിയുകയും അതിന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമുക്ക് അവരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അറിയുകയും അതിന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
അതുകൊണ്ടാണ് അവർ മിക്കവാറും എല്ലായ്പ്പോഴും കൃത്യസമയത്ത് എത്തുന്നത്, നന്നായി സംസാരിക്കുന്നത്, നമ്മളിൽ അഭിമാനിക്കുന്നത്, സുഹൃത്തുക്കളോട് നമ്മളെക്കുറിച്ച് പറയുന്നത് പോലെ നമുക്ക് ആവശ്യമുള്ളവരാണെന്നും ശാന്തരാണെന്നും നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച് ഉറപ്പുള്ളവരാണെന്ന് തോന്നുകയും ഫോൺ വീണ്ടും പരിശോധിക്കാതെ കിടന്നുറങ്ങാൻ കഴിയുകയും ചെയ്യുന്നത് ഇതിൽ പക്ഷേ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാകാം. ഇത് എന്താണെന്ന് കൃത്യമായി അറിയാൻ നൂറ്റാണ്ടുകൾ നീണ്ട ഊഹങ്ങൾ വേണ്ടി വന്നേക്കാം. ഒരു ബാല്യകാല ആഘാതമോ മാനസിക അവസ്ഥയോ തെറ്റായ ആഗ്രഹങ്ങളുടെ പരിണിതഫലമോ എങ്കിൽ അമ്മയുമായോ അച്ഛനുമായോ ഉള്ള ബന്ധത്തിൻ്റെ പ്രശ്നമോ പക്ഷേ എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് നമ്മൾ അറിയണമെന്ന നിർബന്ധമില്ല. പക്ഷേ ലാളിത്യം എന്ന നിയമം പിന്തുടരാൻ സങ്കീർണതയെ നമ്മളിവിടെ തുടരേണ്ടതില്ല. ഇതിൻ്റെ സൂചനയായി മാത്രം കണ്ടാൽ മതിയാകും. ചോദ്യങ്ങളെ മഹത്വവത്കരിക്കുന്നത് നിർത്തേണ്ട സമയം ഒരുപക്ഷെ ആയിരിക്കാം. അവർ എവിടെയായിരുന്നു? അവർ എന്താണ് അർത്ഥമാക്കുന്നത്? അവർ എപ്പോഴാണ് വിളിക്കുക? അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ കഴിയും. അവർക്ക് നമ്മളോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ വരും. ബന്ധം ഇത്രയധികം സങ്കീർണമാക്കേണ്ട ആവശ്യമില്ല. ഒരു ബന്ധം നിലനിൽക്കുമ്പോൾ സ്നേഹം വളരെ വ്യക്തവും ലളിതവുമാണ്. നമ്മളൊരു ബന്ധത്തിലകപ്പെട്ട് രാത്രി മുഴുവൻ കുറിപ്പുകൾ എഴുതുകയോ അല്ലെങ്കിൽ ഏറ്റവും പുതിയ അവ്യക്തമായ സിഗ്നലിനായി ദൂരദർശിനിയിലൂടെ നോക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതൊരു മനുഷ്യനോടും കാണിക്കേണ്ട ക്ഷമയുടെ പരിധി ലംഘിച്ചു എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ നമ്മുടെ ലാളിത്യത്തിൻ്റെ നിയമമനുസരിച്ച് നേരിട്ട് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തന്നെ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കേണ്ടതുണ്ട്.